നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സ്റ്റോർ റൂം തുറന്ന് നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ മന്ദാകിനി സൂക്ഷിക്കുന്ന താക്കോൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? മാം, അത് ആ പഴയ സ്റ്റോർ റൂം ഞങ്ങൾ തുറന്നിട്ടില്ല മാം. അതിനകത്ത് എന്താന്ന് ഞങ്ങൾക്ക് അറിയേയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി അറിയാൻ പറ്റി? മന്ദാകിനി ചേട്ടത്തി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോഴാ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. മാം ആദ്യം സ്റ്റോർ റൂം തുറന്നു നോക്ക്, അപ്പോഴെല്ലാം കണ്ട് ബോധ്യപ്പെടുമല്ലോ. ഞങ്ങള് പറഞ്ഞതുകൊണ്ട് മാം വിശ്വസിക്കണമെന്നൊന്നുമില്ല. മന്ദാകിനിയുടെ കട്ടയും വടവും ഇന്ന് എടുക്കും. വാടി. മാഡം, മാഡം എന്തിനാ പഴയ സ്റ്റോർ റൂമിന്റെ താക്കോലായിട്ട് വരാൻ പറഞ്ഞത്? മന്ദാകിനി, ഈ സ്റ്റോർ റൂം തുറക്ക്. ഈ സ്റ്റോർ റൂം പഴയതല്ലേ മാഡം? എപ്പോഴും തുറക്കാറില്ല. അകത്തെ ഇലിയും പൂച്ചയും മരപ്പട്ടിയും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ തന്നെ തുറക്കണോ മാഡം? മാം, സ്റ്റോർ റൂം തുറക്കാൻ പറഞ്ഞപ്പോ ചേട്ടത്തിക്ക് എന്താ ഒരു വെപ്രാളം? പഴയ സാധനങ്ങളൊന്നും ഇപ്പൊ ഇതിനകത്തില്ലേ? മടിയിൽ കനമുള്ളവർക്കാണ് വഴിയിൽ ഭയമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് മടിയിൽ കനമൊന്നുമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയവും ഇല്ല. എങ്കിൽ പിന്നെ മന്ദാകിനി സ്റ്റോർ റൂം തുറക്ക്. ഇപ്പൊ ഇതെന്തിനാ മാഡം തുറക്കണത്? ഇതില് സ്റ്റോക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞതല്ലേ? മന്ദാകിനിയോട് സ്റ്റോർ റൂം തുറക്കാനല്ലേ പറഞ്ഞത്? കുരുക്കായല്ലോ കർത്താവേ, ഇവിടെയുള്ള പലതും ഐസൊക്കെ കൊണ്ടുപോയല്ലോ. വേഗം തുറക്ക് മന്ദാകിനി. തുറക്ക മാഡം. മാറ്. മന്ദാകിനി, സ്റ്റോർ റൂം പകുതി മുക്കാലും കാലിയാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എവിടെ? ഞാനും അത് ആലോചിച്ചത് മാഡം. പല സാധനങ്ങളും കാണുന്നില്ലല്ലോ മാഡം. മന്ദാകിനി അറിയാതെ ഇതിലെ സാധനങ്ങൾ കാണാതായത് എങ്ങനെയാ? അല്ല, മന്ദാകിനി ചേട്ടത്തിക്ക് മോഷണവും ഉണ്ടോ? മന്ദാകിനി, വിശദീകരണം എന്നോട് മതി. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല മാഡം. പഴയ സാധനങ്ങളല്ലേ, ഏതെങ്കിലും ആക്രിക്കാരൻ ഇതിനകത്ത് കയറി മോഷ്ടിച്ചോണ്ട് പോയെന്ന് എനിക്കറിയില്ല മാഡം. താക്കോല് സൂക്ഷിക്കുന്നത് മന്ദാകിനിയല്ലേ? അതെ. സ്റ്റോർ റൂമിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ച് കടത്തിയവരെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടണം. ഇവരെ പിരിച്ചുവിടണം മാഡം. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പോകാൻ. വാടി, നമുക്ക് പോവാം. മാഡം, മനസ്സാ വാച എനിക്കിതൊന്നും അറിയില്ല. മന്ദാകിനി കൂടുതൽ സംസാരിക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് എനിക്ക് കിട്ടണം. ഇതൊന്നും സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പണി മതിയാക്കി പോണം. മാഡം, മന്ദാകിനി പ്ലീസ്. മന്ദാകിനിയിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഈയിടെയായി മന്ദാകിനിയെ കുറിച്ച് പരാതികളേ ഉള്ളൂ.
താല്പര്യമില്ലെങ്കിൽ മന്ദാകിനിക്ക് സ്വയം പിരിഞ്ഞു പോവാം. അയ്യോ മാഡം, സത്യമായിട്ടും ഞാന് വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പറഞ്ഞത് ചെയ്യ്. ഇപ്പൊ തന്നെ ഈ താക്കോല് അവരുടെ മുഖത്തെറിഞ്ഞിട്ട് പോണ്ടതാ. പൈസക്ക് താൻ ഒറ്റൊരുത്തൻ കാരനാ ഞാൻ ഈ ഗതികേടിലായത്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. എന്റെ കർത്താവേ, ഞാൻ ഇനി എന്ത് ചെയ്യും? നമ്മുടെ പണി ഏറ്റടി. മന്ദാകിനി പുറത്തായത് തന്നെ. അനു, നീ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്ക? അത് ഞാൻ പറയടി, നീ ആരെയാ സ്വപ്നം കണ്ടോണ്ടിരുന്നെ? അല്ല, ഏതോ ഒരുത്തൻ നിന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ആ ഹീറോ ആരാണെന്ന് നീ എന്നോട് പറ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. ആരാടി നിന്റെ ഹീറോ? അത് പറയാതെ നിന്നെ ഞാൻ വിട്ടില്ല. ദേ പറയടി, ആരാ നിന്റെ മനസ്സിളക്കിയ ആ സമർത്ഥനായ കാമുകൻ? എടാ, ഞാനേ നല്ല മൂഡിലല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ദേ, അങ്ങനെ പറഞ്ഞു നീ ഒഴിയാൻ നോക്കണ്ട. എന്റെ അടുത്ത് അതൊന്നും നടക്കില്ല. അനന്യ ഭാസ്കറിന്റെ മനസ്സിളക്കി ഒരുത്തൻ ഈ ചങ്കിനകത്ത് കൂടുകൂട്ടണമെങ്കിലേ ആ ആൺകിളി ഒരു സാധാരണ കിളിയല്ല. അതെ, ആരാണ് കക്ഷിന്ന് നീ പറഞ്ഞേ പറ്റൂ. അല്ല, നിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ, ആരോ നിന്റെ മനസ്സിലും കേറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ടെന്താടാ നീ ആ കാര്യം എന്നോട് പറയാത്തെ? ആ, അത് നിന്റെ തോന്നല് മാത്രം. തോന്നലൊന്നും അല്ല, നിന്റെ മനസ്സിൽ ആരോ ഉള്ളത് കൊണ്ടാണല്ലോ നീ ACP ആയിട്ടുള്ള പ്രപ്പോസലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നേ. ഞാൻ നിന്റെ കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാ തിരിച്ച് അതേ കാര്യം എന്നോട് ചോദിക്കുന്നേ? ആദ്യം നിന്റെ മനസ്സിലെ രാജകുമാരനെ പറ്റി പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കാര്യം പറയാം. ആ